നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആലപ്പുഴയിലെ ബിന്ദു പത്മനാഭന്റെയും ഏറ്റുമാനൂരിലെ ജൈനമ്മയുടെയും തിരോധാന കേസുകൾക്ക് പിന്നാലെയാണ് ചേർത്തല സ്വദേശിനിയായ ഐഷയെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തുവന്നത്. ന്യൂസ് 18 നടത്തിയ അന്വേഷണ പരമ്പര, ഞങ്ങളുടെ ആലപ്പുഴ റിപ്പോർട്ടർ ശരണ്യ സ്നേഹജൻ നടത്തിയ അന്വേഷണ പരമ്പരയെ തുടർന്നാണ് ഐഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ പോലീസിന് പോലും ലഭിച്ചത്. ഐഷ തിരോധാന കേസിൽ മുഖ്യപ്രതി സെബാസ്റ്റ്യന്റെ മുൻ പെൺസുഹൃത്ത് റോസമ്മയെ പോലീസ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ന്യൂസ് 18 വാർത്തയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുകയാണ്. വ്യത്യസ്ത മൊഴി നൽകിയതിനാണ് വിശദമായി ചോദ്യം ചെയ്യാനുള്ള തീരുമാനം. ഐഷ തിരോധാന കേസിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന നിർണായക വെളിപ്പെടുത്തൽ റോസമ്മ നടത്തിയത് ന്യൂസ് 18ലൂടെയാണ്. ഐഷയെ കാണാതായ ശേഷം സെബാസ്റ്റ്യനെ കണ്ടിട്ടില്ലെന്നായിരുന്നു റോസമ്മയുടെ ആദ്യത്തെ പ്രതികരണം. അത് ഐഷ കാണാതായതിനു ശേഷം സെബാസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ടീച്ചറിന്റെ അടുത്ത് വന്നിട്ട് ഈ വീട്ടില് നിങ്ങളുടെ ഈ സ്ഥല ഇടപാടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവിടെ വരുന്ന ആളായിരുന്നല്ലോ. പിന്നെ വരേണ്ട കാര്യമില്ല, വന്നിട്ടില്ല. അതുകൊണ്ട് പിന്നെ എനിക്കത് വേണ്ട കാര്യമില്ലല്ലോ. ഡോക്ടർമാര് പലരും വരുന്നില്ലേ. ഐഷ എന്തായാലും സെബാസ്റ്റ്യൻ ഇടനില നിന്നിട്ട് ഈ സെബാസ്റ്റ്യൻ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഐഷനല്ലേ? അത് എനിക്കറിയത്തില്ലല്ലോ. എനിക്ക് ഇത്രയൊക്കെ വിവരങ്ങളെ അറിയത്തുള്ളൂ. അതായത് ഈ അയൽക്കൂട്ടം സംബന്ധിച്ച് പൈസ ഉണ്ടായിരുന്നെന്നും അവരുടെ സ്ഥലം ഞാൻ എഗ്രിമെന്റ് നടത്തിയെന്നും അത് അടുത്ത ആളിന് കൈമറിച്ച് കൊടുത്തു എന്നും അല്ലാതെ എനിക്ക് അതിനകത്ത് 10 പൈസകളും കിട്ടിയിട്ടുമില്ല. അതിൻ്റെ യാതൊരു നേട്ടം എനിക്ക് കിട്ടിയിട്ടുമില്ല. എന്നാൽ അതിനുശേഷം റോസമ്മ നടത്തിയ പ്രതികരണമാണ്, അതിലാണ് ചില വൈരുദ്ധ്യങ്ങളുണ്ടത്. പിന്നെയും പിന്നെ ഈ സംഭവത്തിന് ശേഷം ഈ ഐഷയുടെ തിരോധാനത്തിന് ശേഷവും വർഷങ്ങളോളം സെബാസ്റ്റ്യനുമായി അടുപ്പമുണ്ടായിരുന്നതായും വിവാഹാലോചന നടത്തിയെന്നും റോസമ്മ പിന്നീട് ന്യൂസ് 18നോട് പറഞ്ഞു. അതിന് ഞാൻ തയ്യാറാണ്. ഞാൻ വീട്ടിൽ നിന്ന് ആളെ വരുന്നത് എനിക്ക് 7-ാം കളകാരുണ്ട്, അവരെ വരുത്താമെന്ന് വെച്ചു. അത് പിന്നെ ഞാനായിട്ട് ഒരു ബന്ധമില്ല, എന്നിട്ട് വന്നിട്ടേ ഇല്ല. ആണല്ലേ? ഐഷ കാണാതായതിനു ശേഷമാണ്? അത് കഴിഞ്ഞ് ഒത്തിരി കഴിഞ്ഞതിനാ. ആണല്ലേ? പക്ഷേ കാണാതായ പിന്നെ ഒത്തിരി കഴിഞ്ഞതിനകത്ത് ആ വിഷയം വരുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ വീട്ടിലറിയിക്കാം, അവർ വരട്ടെ. ഇത്രയും പേരുണ്ടല്ലോ, അവരെ അറിയാതെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അവർ വരട്ടെ എന്ന് പറഞ്ഞു. അതുപോലെ എന്നോടുള്ള ആ കല്യാണം. ടീച്ചർ വിവാഹം കഴിച്ചിരുന്ന ആളാണോ അതോ എന്നെ ഹസ്ബൻഡ് മരിച്ചു പോയതാണോ? അതെ, ഞാൻ 2 കല്യാണം കഴിച്ചതാണ്. റോസമ്മ പറയുന്നതിലെ ഇത്തരം വൈരുദ്ധ്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതേസമയം തന്റെ സാന്നിധ്യത്തിൽ അന്വേഷണ സംഘം മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയിട്ടും പുരയിടത്തിൽ അതെങ്ങനെ എത്തിയെന്ന് അറിയില്ലെന്ന നിലപാടിലാണ് സെബാസ്റ്റ്യൻ. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ ചോദ്യം ചെയ്യലിന് അന്വേഷണ സംഘത്തിന് നിരവധി പരിമിതികളുണ്ട്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നു വിവരങ്ങളുമായി. ശരണ്യ, ഈ ബിന്ദു പത്മനാഭന്റെയും ജൈനമ്മയുടെയും തിരോധാന കേസുകൾക്ക് പിന്നാലെയാണ് ഈ സെബാസ്റ്റ്യനെ തേടി, സെബാസ്റ്റ്യന്റെ നിഗൂഢമായ ജീവിതങ്ങൾ തേടി ശരണ്യ സ്നേഹജൻ ഈ പള്ളിപ്പുറത്തെ ആ പരിസര പ്രദേശങ്ങളുടെ ഒരു അന്വേഷണം നടത്തിയത്. അങ്ങനെ ആദ്യം അവിടുത്തെ നാട്ടുകാരുമായി സംസാരിച്ചു. അവിടെ റോസമ്മയെ, അതായത് സെബാസ്റ്റ്യന്റെ മുൻ കാമുകിയായിട്ടുള്ള റോസമ്മയെ പരിചയപ്പെടുന്നു. റോസമ്മയിൽ നിന്നും പല വിവരങ്ങളും തേടുന്നു. അപ്പോഴാണ് ഐഷയുടെ തിരോധാന കേസിലും സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന ചില സൂചനകൾ ലഭിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ തലങ്ങളിലേക്ക്, അതായത് ന്യൂസ് 18 ശരണ്യയുടെ വാർത്തകൾക്ക് പിന്നാലെ പോലീസും അന്വേഷണം നടത്തുന്നു. ഇപ്പോൾ റോസമ്മയെ ചോദ്യം ചെയ്യുന്നുണ്ട്. എത്രത്തോളം നിർണായകമാണ് ഈ ചോദ്യം ചെയ്യൽ? ഈ നേരത്തെ തന്നെ ഞാൻ ചില സംശയം ഇന്നലെ നമ്മൾ സ്പോട്ട് ലൈവിൽ ചോദിച്ചതാണ്. ഈ സെബാസ്റ്റ്യന് തനിച്ച് ഇത്രയധികം ക്രൂരകൃത്യം, ഒരു സ്ത്രീ ആയിക്കോട്ടെ, അത് കൊലപ്പെടുത്തിയ ശേഷം പിന്നീട് തനിച്ച് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കുഴിച്ചു മൂടാൻ കഴിയുമോ എന്ന്. എന്താണ് ഈ ചോദ്യം ചെയ്യലിൽ നിന്നും, സെബാസ്റ്റ്യനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിൽ നിന്നും ഇപ്പോൾ റോസമ്മയുടെ നിർണായകമായിട്ട് ചോദ്യം ചെയ്യലിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ? ടോമെ, റോസമ്മയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമായി കൊണ്ടിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ, അതായത് നമ്മൾ ആദ്യഘട്ടത്തിൽ ഈ ജൈനമ്മ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള സെബാസ്റ്റ്യന്റെ ഒരു പിന്നിലേക്കുള്ള ഭാഗങ്ങൾ, അയാൾക്ക് എന്തായിരുന്നു ഇയാൾ മുൻപ്, അതായത് ബിന്ദു പത്മനാഭൻ കേസുമായി കണക്ട് ചെയ്ത് നമ്മൾ സെബാസ്റ്റ്യനെ കുറിച്ച് നമുക്കറിയാം, മാധ്യമപ്രവർത്തകർ എന്നുള്ള രീതിയിൽ നമുക്കറിയാം. അങ്ങനെ ബിന്ദു പത്മനാഭൻ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ ജൈനമ്മ കേസിൽ നിർണായകമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭ്യമാകുന്നത്. അങ്ങനെ ജൈനമ്മ കേസും ബിന്ദുവിന്റെ കേസുമായി നമ്മൾ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഐഷ എന്നൊരു സ്ത്രീ കൂടെ മിസ്സിംഗ് ആണ്, അവരുടെ കേസിൽ അവർക്ക് സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നത്. അങ്ങനെയാണ് നമ്മൾ
നമ്മൾ ഈ ശാസ്താംകവലയിലെ ഐഷയുടെ വീട് അന്വേഷിച്ച് എത്തുന്നത്. അവിടെ ഐഷയുടെ വീട് അന്വേഷിച്ചെത്തുമ്പോൾ ഈ റോസമ്മയുടെ വീട് കടന്നു വേണം, ആ വഴിയിലൂടെ കടന്നു വേണം നമ്മൾ ഐഷ പണ്ട് താമസിച്ചിരുന്ന, ഐഷ വാങ്ങാനായി ഉദ്ദേശിക്കുന്ന ഒരു ബന്ധുവിൻ്റെ പുരയിടമായിരുന്നു. അതുകൊണ്ട് തന്നെ ആധാരം എഴുതുന്നതിന് മുൻപ് തന്നെ ആ ബന്ധു അവിടെ ഐഷയ്ക്ക് താമസിക്കാൻ അനുവാദം കൊടുത്തിരുന്നു. ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തുന്നത്. അവിടെ നിന്ന് നാട്ടുകാരോടൊക്കെ നമ്മൾ സംസാരിച്ചതിൽ നമുക്ക് മനസ്സിലായി റോസമ്മയും സെബാസ്റ്റ്യൻ, അതായത് നമ്മൾ കടന്നു വന്ന വഴിയിലുള്ള ആ വീടായ റോസമ്മയുടെ വീടും സെബാസ്റ്റ്യനുമായി നല്ല അടുപ്പമുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾക്ക് വ്യക്തമാകുന്നു. അങ്ങനെയാണ് ഈ ആദ്യം അവിടെയുള്ള അയൽവാസികളോടെല്ലാം നമ്മൾ ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം എടുത്തു. അതിനുശേഷമാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ റോസമ്മയുടെ വീട്ടിലേക്ക് എത്തുന്നത്. റോസമ്മയോട് സംസാരിക്കുമ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ ആദ്യം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്, രണ്ടാമത് നമ്മൾ ഒഫീഷ്യലായി ക്യാമറയിൽ ഷൂട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇവരോട് സംസാരിച്ചപ്പോൾ രണ്ട് ഘട്ടത്തിൽ സംസാരിച്ചപ്പോഴും പറയുന്ന കാര്യങ്ങൾ കുറച്ച് കോൺട്രഡിക്ടറി ആണ് എന്നുള്ളത് നമുക്ക് ബോധ്യമായി തുടങ്ങി. പക്ഷേ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ നിർണായകമായിരുന്നു. അതായത് ഈ റോസമ്മ ഈ ഐഷയെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിന് തൊട്ട് മുമ്പത്തെ ദിവസം ഐഷയുടെ മകനുമായി സംസാരിക്കുന്നുണ്ട് മലപ്പുറത്തെ. ആ ഘട്ടത്തിലൊക്കെ തന്നെ സെബാസ്റ്റ്യന് ഈ കേസുമായി ഒരു ബന്ധവുമില്ല എന്നവർ ആ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഈ റോസമ്മയുമായുള്ള ഐഷയുടെ ബന്ധത്തെ സംബന്ധിച്ച് ഒന്നും ഇവരാരും നമ്മളോട് പറഞ്ഞില്ല. അങ്ങനെയാണ് നമ്മൾ ഈ റോസമ്മയിൽ നിന്ന് പുതിയതായി വിവരങ്ങൾ അറിയുന്നത്. അങ്ങനെ അറിഞ്ഞ അറിവ് ഐഷയും റോസമ്മയും സെബാസ്റ്റ്യനും അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളത് ഇവരുടെ സംസാരത്തിൽ തന്നെ എനിക്ക് വ്യക്തമായി. അതിനു മുമ്പ് തന്നെ നമുക്ക് സ്ഥിരീകരണം അവിടെയുള്ള പരിസരവാസികളിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ വീട്ടിലേക്ക് എത്തി ഇവരോട് സംസാരിച്ച ഘട്ടത്തിൽ ഇവർ പറഞ്ഞ പല നിർണായകമായ വെളിപ്പെടുത്തലുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂസ് സൈറ്റിലൂടെ പുറത്തുവിട്ടതാണ്. അതായത് സെബാസ്റ്റ്യനും ഐഷയും തമ്മിൽ പണമിടപാടുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ള സ്ഥിരീകരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. രജിസ്ട്രേഷൻ്റെ അത് ഒരു ഘട്ടത്തിലും ആരും നമ്മളോട് കാര്യം പറഞ്ഞിട്ടില്ല. അതായത് ഈ രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്ത്, അതായത് ഐഷയുടെ പേരുള്ള 4 സെന്റ് ഭൂമി ഐഷ സ്വന്തമായി എഴുതിയെടുക്കുന്നതിന് വേണ്ടി രജിസ്ട്രേഷൻ നടക്കുന്നതിന് തലേന്നാണ് ഐഷയെ കാണാതാകുന്നു എന്നുള്ള നിർണായക വെളിപ്പെടുത്തൽ ഇവരുടെ ഭാഗത്ത് നമ്മളോട് ഉണ്ടാകുന്നു. മാത്രമല്ല ഈ രജിസ്ട്രേഷനായ ഐഷ കരുതിയിരുന്ന പണം സെബാസ്റ്റ്യന്റെ കൈവശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് വാങ്ങാനായി പോയ ഐഷയായിരിക്കും അപായപ്പെട്ടത് എന്നുള്ള വിശദീകരണം ഇവർ നമ്മളോട് പറയുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇവർ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവർ ഇല്ലാതിരുന്ന ഒരു ദിവസം ഐഷയും സെബാസ്റ്റ്യനും ഒരു ദിവസം മുഴുവൻ ആ വീട്ടിലുണ്ടായിരുന്നുവെന്നും തൊട്ടടുത്തുള്ള ഇവർ വാങ്ങിയ ഈ വീടിന്റെ റോഡിന്റെ എതിർവശമുള്ള ഒരു പുരയിടം, ആ പുരയിടം കുഴിച്ചിരുന്നു എന്നുള്ള സ്ഥിരീകരണം ഇവർ നമ്മളോട് തന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെ ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ചുകൊണ്ട് സ്ഥിരീകരിച്ചതാണ്. ഇവരുടെ തന്നെ തൊട്ട അയൽവാസിയായ റിട്ടയർഡ് അധ്യാപികയായ ടീച്ചറും എലിസബത്ത് ജേക്കബ് എന്ന ടീച്ചറും നമ്മളോട് ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പണമിടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ഐഷ കാണാതാകുന്നുള്ള ഇവരുടെ വെളിപ്പെടുത്തലടക്കമുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞതോടെ സ്പെഷ്യൽ ബ്രാഞ്ച് സംഘം വീണ്ടും നമ്മുടെ ന്യൂസ് സൈറ്റിൽ പുറത്തുവിട്ട വാർത്തയുടെ അടിസ്ഥാനത്തിൽ അവർ വീണ്ടും അവിടെ എത്തുന്നു. 2 ടീമുകളായി ഇവരിൽ നിന്ന് വിശദാംശങ്ങൾ തേടുകയും ചെയ്യുന്നു. അതിൽ തന്നെ ഇവർ പറയുന്ന കാര്യങ്ങൾ പലതും നമ്മളോട് പറഞ്ഞതല്ല അവരോട് പറയുന്നത് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് പല മാധ്യമങ്ങളിലും റോസമ്മ മുന്നോട്ട് വന്ന ഘട്ടത്തിലൊക്കെ തന്നെ പറയുന്ന കാര്യങ്ങൾ വൈരുദ്ധ്യം ഉണ്ട് എന്നുള്ളതാണ്. നമ്മളോട് പറഞ്ഞത് ഇവർ നാട്ടിൽ പോയി JCB ഉപയോഗിച്ച് കളിച്ച ദിവസം ഇവർ നാട്ടിലായിരുന്നു. നാട്ടിൽ നിന്ന് രാത്രി ഒത്തിരി വൈകിയാണ് തിരിച്ചെത്തി. നല്ലൊരു മഴയുള്ള ദിവസമായിരുന്നു. അന്ന് ഇവിടെ ഐഷയും സെബാസ്റ്റ്യനും ഒരുമിച്ചുണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ പിന്നീട് മറ്റു മാധ്യമങ്ങളോട് പറഞ്ഞത് പിറ്റേ ദിവസമാണ് ഞാൻ തിരിച്ചു വന്നത് എന്നുള്ളതാണ്. ആ ദിവസം തിരിച്ചു വന്നില്ല എന്ന് പറയുന്നു. ഇതിൽ നമ്മളോട് പറഞ്ഞതിന് നേരത്തെ നമ്മൾ കേൾപ്പിച്ച 2 ബൈറ്റുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് അവർ ആദ്യം പറയുന്നത് റോസമ്മയും നമ്മൾ അവരോട് സംസാരിച്ചു തുടങ്ങുന്ന ആദ്യഘട്ടത്തിൽ ഇവർ പറയുന്നത് റോസമ്മ ഐഷയെ ഈ സെബാസ്റ്റ്യനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നത് ഐഷ തിരോധാനത്തിന് ശേഷമാണെന്നുള്ളതാണ്. അതായത് ഐഷയെ കാണാതായതിനു ശേഷം സെബാസ്റ്റ്യൻ ഈ വീട്ടിൽ വന്നിട്ടുമില്ല, താനുമായി യാതൊരുവിധ ബന്ധവും പിന്നീട് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന റോസമ്മ പിന്നീട് നമ്മൾ സംസാരിച്ച് ഏറ്റവും ഒടുവിൽ ദൈർഘ്യമായ സംഭാഷണമായിരുന്നു. ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അവർ തിരുത്തുന്നു എന്നുള്ളതാണ്. അതായത് ഐഷയുടെ തിരോധാനത്തിന് ശേഷം സെബാസ്റ്റ്യൻ അവിടെ വന്നിരുന്നു, ഇവരുടെ ബന്ധം തുറന്നു പോന്നിരുന്നു, ഒപ്പം തന്നെ വിവാഹാലോചന വരെ അതെത്തി എന്നുള്ളത് അവർ വ്യക്തമാക്കുന്നു. അതിനുശേഷം അതായത് അവർ പറയുന്നൊരു വർഷമുണ്ട്, 2017 വരെ ആ സൗഹൃദം ഉണ്ടായിരുന്നു എന്നുള്ളത് അവർ വ്യക്തമാക്കുന്നു. അതിനുശേഷം ഈ പള്ളിയിൽ ചെന്ന് തിരുനെല്ലൂർ പള്ളിയിലെ ബോധപൂർവം ഇക്കാര്യങ്ങൾ റോസമ്മ മറച്ചു വെക്കുന്നുണ്ടോ? അത് അങ്ങനെയെങ്കിൽ എന്തിനാണ് മറച്ചു വെച്ചത്? റോസമ്മയും സെബാസ്റ്റ്യനും തമ്മിൽ ഇത്തരം ബന്ധമുണ്ടായിരുന്ന കാര്യം ഇന്നലെ അവരുടെ അയൽവാസിയായിട്ടുള്ള റിട്ടയർഡ് അധ്യാപിക ന്യൂസ് 8നോട് സ്ഥിരീകരിച്ചതാണ്. ഈ അന്വേഷണത്തിൻ്റെ ഘട്ടങ്ങളിൽ സ്വാഭാവികമായും ഇനിയും റോസമ്മയെ ചോദ്യം ചെയ്യുന്നുണ്ട്. മറ്റ് അയൽവാസികളെ, ഇവരെക്കുറിച്ച് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന അയൽവാസികളെ ചോദ്യം ചെയ്യാനുള്ള നീക്കം
അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ? മാത്രമല്ല, എന്തിനാണ് റോസമ്മ ഇക്കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നത്? അക്കാര്യവും പരിശോധിക്കേണ്ടതല്ലേ? നമുക്ക് ഓരോ ഘട്ടത്തിലും അവരോട് ഇടപഴകിയപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കുറെ കൂടെ കാര്യങ്ങൾ അവർക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇവർ പറഞ്ഞ പല കാര്യങ്ങളും നിർണായകമാണ്. റോസമ്മ ഐഷയെ കാണാത്തതിന് ശേഷം റോസമ്മയുടെ ഫോണിലേക്ക് നിരന്തരം കോളുകൾ വന്നുകൊണ്ടേയിരുന്നു. ഐഷയുടെ ഫോണിൽ നിന്നും ഫോൺ എടുക്കുമ്പോൾ ഫോൺ കട്ടാക്കും, മിണ്ടാറില്ല, സംസാരിക്കാറില്ല. പോലീസ് സ്റ്റേഷനിൽ ഇരുന്നപ്പോൾ തനിക്ക് ഐഷയുടെ ഫോണിൽ നിന്നും കോൾ വന്നു. എന്നാൽ താൻ ആ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് നിന്നാണ് അയാൾ വിളിക്കുന്നത് എന്ന് തനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അതെങ്ങനെ മനസ്സിലായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനേ പറ്റില്ല. അവരത് വിശദീകരിച്ചത് ആ ഒരു അറ്റ്മോസ്ഫിയർ കൊണ്ട് എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ്. താൻ പോലീസുകാരോട് ഇക്കാര്യം പറഞ്ഞിരുന്നു എന്നുള്ളതൊക്കെ അവർ വ്യക്തമാക്കുമ്പോഴും അന്നത്തെ അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവര് ഇങ്ങനെ ഒരു കോൾ വന്ന കാര്യം അവിടെ പങ്കുവച്ചിട്ടില്ല. പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു കോൾ വന്ന കാര്യം ഇവർ പങ്കുവച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ 2012 ഈ തിരോധാന കേസുകളിൽ ആദ്യം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസ് ഐഷയുടേതാണ്. 2012 ഐഷയെ കാണാതാകുന്നത്. ഈ ബിന്ദു പത്മനാഭൻ 2006 മുതൽ മിസ്സിംഗ് ആണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുമ്പോഴും 2017 ബിന്ദുവിന്റെ സഹോദരൻ പരാതി നൽകുന്നത്. അപ്പോൾ സെബാസ്റ്റ്യൻ എന്നുള്ളയാൾ 2013 ശേഷമാണ് ഈ ഫ്രെയിമിലേക്ക് വരുന്നത് ഈ ബിന്ദുവിന്റെ തിരോധാന കേസ്. കാരണം ബിന്ദുവിന്റെ സ്ഥലം വ്യാജ പവർ ഓഫ് അറ്റോർണി ഉണ്ടാക്കി ഇയാൾ വിൽക്കാൻ ശ്രമിച്ചു. ആ ഘട്ടത്തിലും ഇയാൾ ബിന്ദു ഉണ്ടെന്നാണ് എല്ലാവരോടും പറയുന്നത്. കാരണം ബിന്ദുവിന്റെ കോൾ വന്ന ഡീറ്റെയിൽസ് അയാൾ കാണിക്കുന്നു. അങ്ങനെ വിശ്വാസത്തിലെടുത്ത് ബന്ധുക്കളെയൊക്കെ വിശ്വാസത്തിലെടുത്ത് ബിന്ദു ബാംഗ്ലൂരും ആലപ്പുഴയിലുമായി താമസിക്കുന്ന സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഇവർ അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പറഞ്ഞ് ഇയാൾ എസ്കേപ്പ് ആയി പോയിട്ടുണ്ട് എന്നുള്ളതാണ് അത്. പക്ഷേ ഈ ഐഷ തിരോധാന കേസ് വന്ന സമയത്ത് ഈ റോസമ്മ, സെബാസ്റ്റ്യൻ അല്ലെങ്കിൽ ബിന്ദുവിന്റെ കേസ് കൂടി വന്ന ഘട്ടത്തിലെങ്കിലും ഈ സെബാസ്റ്റ്യനുമായി കണക്ട് ചെയ്ത് ഈ കേസുകളെ ഒന്ന് പരിശോധിക്കേണ്ടതായിരുന്നു. അങ്ങനെ ഒരു പരിശോധന ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനി അത് പരിശോധിക്കാനായി അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ തിരോധാനങ്ങൾക്ക്, അതായത് നിലവിൽ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്ന സിന്ധു എന്ന സ്ത്രീയുടെ തിരോധാനവും ഇതുമായി കണക്ട് ചെയ്ത് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഐഷ, ജൈനമ്മ, ഒപ്പം തന്നെ ബിന്ദു പത്മനാഭൻ, ഈ തിരോധാനങ്ങളിൽ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഈ സ്ത്രീകളുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. റോസമ്മയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ തേടുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഇനിയുള്ള നീക്കം എന്നുള്ളതാണ്. കാരണം സെബാസ്റ്റ്യനുമായി കണക്ട് ചെയ്ത് നിർണായകമായ വിവരങ്ങളാണ് ന്യൂസ് 18 അവർ പങ്കുവച്ചത്. തൊട്ടടുത്തുള്ള വീട്ടമ്മ നമ്മളോട്, എലിസബത്ത് ജേക്കബ് എന്ന റിട്ടയർഡ് അധ്യാപിക നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ റോസമ്മയുടെ വീട്ടിൽ രാവും പകലും വന്നു പോയിരുന്ന ഒരാളാണ് സെബാസ്റ്റ്യൻ എന്നുള്ള സ്ഥിരീകരണം ആ അധ്യാപികയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഒപ്പം ഈ JCB ഉപയോഗിച്ച് ആ പുരയിടം കുഴിക്കുന്നത് താനും കണ്ടിരുന്നു. അസ്വാഭാവികത തോന്നി താൻ അവിടെ അന്വേഷിച്ചപ്പോൾ സെബാസ്റ്റ്യൻ ആ വീടിന്റെ അരപ്രൈസിൽ ഉണ്ടായിരുന്നു എന്നുള്ള നിർണായകമായ വിവരം അവരും നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ജൈനമ്മയുടെ ഈ റോസമ്മയുടെ തൊട്ടടുത്തുള്ള പുരയിടം ഇവർ സെബാസ്റ്റ്യനുമായി അടുപ്പമുണ്ടായിരുന്ന കാലയളവിൽ വാങ്ങിയതെന്ന് നമ്മളോട് സ്ഥിരീകരിച്ച കാട് പിടിച്ചു കിടക്കുന്ന പുരയിടം ഉൾപ്പെടെയുണ്ട്. ഒരു വളരെ മാസങ്ങൾ മാത്രം ഉപയോഗിച്ച റോസമ്മയുടെ ഉടമസ്ഥതയിലുള്ള ഒരു കോഴി ഫാം അതിനകത്ത് ഉണ്ട്. അതൊന്നും പ്രവർത്തിക്കുന്നില്ല. ആ പുരയിടം തന്നെ കാട് പിടിച്ച അവസ്ഥയിലാണ്. അത് വെട്ടിത്തളിച്ച് വൃത്തിയാക്കുക അങ്ങനെയുള്ള ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ സ്ഥലങ്ങളിലൊക്കെ അന്വേഷണ സംഘം പരിശോധന നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം സുപ്രധാനമായിട്ടുള്ള ഒരു വിവരമാണ് ശരണ്യ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അതായത് ശരണ്യ, ഈ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലും ഈ റോസമ്മയുടെ, സെബാസ്റ്റ്യന്റെ മുൻകാമുകിയായിട്ടുള്ള റോസമ്മയുടെ വീടിനോട് ചേർന്ന പുരയിടത്തിലും ഒരുപക്ഷെ ഇതുപോലുള്ള തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ടാകാമെന്നൊരു സംശയം അന്വേഷണ സംഘത്തിനുണ്ടോ? ശരണ്യ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ, ശരണ്യ ആ പ്രദേശങ്ങളിലൊക്കെ പോയതാണ്. അവിടെ കാട് പിടിച്ച് നടക്കുന്ന 40 സെന്റ് സ്ഥലമുണ്ട്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ. അങ്ങനെ എന്തുകൊണ്ടാണ് ഇത്രയും നാളുകളായും അത് കാട് പിടിച്ച് കിടക്കുന്നു, വെട്ടിത്തെളിച്ചിട്ടില്ല, പല രീതിയിലുള്ള ദുരൂഹതയും നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആ സ്ഥലം കുടിച്ച് പരിശോധിക്കാനുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതോടൊപ്പം ഇന്നലെ കണ്ടെത്തിയ 6 അസ്ഥികഷ്ണങ്ങൾ, ഒരു ലേഡീസ് ബാഗ് ഉൾപ്പെടെ അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. അത് ആരുടേതാണെന്ന് വ്യക്തമായിട്ടുണ്ടോ ശരണ്യ? ടോമെ, ഈ അത്തരം സ്ഥിരീകരണങ്ങളിലേക്കൊന്നും അന്വേഷണ സംഘം എത്തിയിട്ടില്ല. ഇതിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അസ്ഥികൾ കോമ്പൗണ്ടിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പോലും സെബാസ്റ്റ്യൻ വ്യക്തമാക്കിയത് മുതിർന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായ ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ SP ഷൗക്കത്ത് അലി ഉൾപ്പെടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ ഇന്നലെ ഈ സംഭവങ്ങളൊക്കെ പുറത്ത് നടക്കുമ്പോഴും ഇയാളെ ചോദ്യം ചെയ്യുന്നു, ഇയാളിൽ നിന്ന് വിശദാംശങ്ങൾ അദ്ദേഹമൊക്കെ തേടുകയൊക്കെ ചെയ്യുന്നുണ്ട്. വളരെ കൂളായാണ് ഇയാൾ ഈ അന്വേഷണ സംഘത്തെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് അയാൾ പറയുന്നത്. പിന്നെ തനിക്കറിയില്ല, അതായത് പുറത്തുനിന്ന് കിട്ടിയ അസ്ഥികൾ ആരുടേതാണെന്ന് തനിക്കറിയില്ല, താൻ ഇവിടെ സ്ഥിര താമസക്കാരനായ വ്യക്തിയല്ല, തന്റെ പുരയിടം തുറന്നു കിടക്കുന്നതാണ്, ആർക്ക് വേണമെങ്കിലും എന്തും ചെയ്യാവുന്ന സ്ഥലമാണ് എന്നുള്ള
വാക്കുകളിലാണ് അയാൾ ഉറച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല കൃത്യമായ ഇടവേളകളിൽ അന്വേഷണ സംഘത്തോട് ഭക്ഷണം ആവശ്യപ്പെടുന്നു, ഒപ്പം തന്നെ മരുന്ന് ആവശ്യപ്പെടുന്നു. തന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്, അധികം ഇരുത്താൻ പോലും തന്നെ കഴിയില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനെ വെച്ച് ഇയാൾ പ്രതിരോധിക്കുകയാണ് എന്നുള്ളതാണ്. ഇതിൽ ഈ അന്വേഷണ സംഘത്തിന് വളരെ നിർണായകമായ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. കാരണം ഈ സ്വർണം ജൈനമ്മയുടേതായുള്ള ഏറ്റുമാനൂർ സ്വദേശി കാണാതായ കഴിഞ്ഞ ഡിസംബർ 24 കാണാതായ ജൈനമ്മയുടേതായ സ്വർണം ഇവിടെ കുന്നത്ത് ജുവലറി എന്ന് പറഞ്ഞ ചേർത്തലയിൽ ജുവലറിയിൽ വെച്ചിട്ടുണ്ട്. അത് മനോജ് എന്ന ഓട്ടോറിക്ഷ ഡ്രൈവറാണ് വെച്ചിട്ടുള്ളത്. അയാൾ ഇത് വെച്ചിട്ടുള്ളത് സെബാസ്റ്റ്യനെ ഏൽപ്പിച്ചതാണെന്നുള്ള മൊഴി അയാളുടെ ഭാഗത്ത് നിന്ന് അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും സെബാസ്റ്റ്യൻ ഡയറക്റ്റ് അവിടെ വെച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇതിലെ ഏറ്റവും നിർണായകം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പുറത്തുവിട്ട വെങ്കടേശ്വർ ജുവലറി എന്നുള്ള ആ ജുവലറിയിലെ ഉടമയായ സദാശിവൻ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് സദാശിവൻ നമ്മളോടന്ന് വ്യക്തമാക്കിയത് താൻ ഈ സ്വർണം ഉരുക്കി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ തന്നെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നേരിട്ട് വന്നാണ് പണം കൈപ്പറ്റിയത്. സ്വർണം ജൈനമ്മയുടെ പൊട്ടിയ മാല ഉൾപ്പെടെയുള്ള മാല ഉണ്ടായിരുന്നു, അത് ജൈനമ്മയുടേതാണ് എന്നാണ് അന്വേഷണ സംഘം പറഞ്ഞത്. പക്ഷേ ആ സ്വർണവും ഉരുക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഓരോ സ്ഥലത്തും വളരെ ബുദ്ധിപൂർവം അന്വേഷണ സംഘത്തെ എങ്ങനെ മറികടക്കാം എന്നുള്ള രീതിയിൽ കണക്ക് കൂടി തന്നെയാണ് ഈ സെബാസ്റ്റ്യൻ എന്നുള്ള വ്യക്തി നീങ്ങിയിട്ടുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് അയാൾക്ക് ആ കോൺഫിഡൻസ് ഓരോ ഘട്ടത്തിലും അയാൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിനെ എങ്ങനെയാണ് ഡിവൈഎസ്പി ആയ സാജൻ സേവ്യറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മറികടക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹം ഈ കേസിന് വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇന്നലെ മുഴുവൻ ആ കോമ്പൗണ്ടിൽ ഇതൊക്കെ പരിശോധിക്കുന്ന ഘട്ടത്തിൽ നിന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. തുടക്കം മുതൽ ഒടുക്കം വരെ വളരെയധികം ഓരോ തെരച്ചിലിനും വളരെയധികം ശ്രദ്ധയോടുകൂടി നിൽക്കുന്ന സാജൻ സേവ്യറിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആലപ്പുഴയിൽ നിന്നുള്ള അന്വേഷണ സംഘത്തിന് കോട്ടയത്ത് നിന്ന് ഈ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള തിരോധാന കേസുകൾ അത് കാലപ്പഴക്കമുള്ള കേസുകളാണ്. ആ കേസുകളിലേക്ക് തുറന്നു കയറണമെങ്കിൽ ഒരു കേസിലെങ്കിലും ഇയാളെ നിയമ സംവിധാനത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണമെങ്കിൽ പരമാവധി വിവരങ്ങൾ തേടിയേ മതിയാകൂ. അതിനുവേണ്ടി ആലപ്പുഴയിലുള്ള ടീം, ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ, ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് മേധാവി ഷൗക്കത്ത് അലി അടക്കമുള്ള ഒരു ടീം, ഇവർ 3 പേരും കോർഡിനേറ്റ് ചെയ്ത് തന്നെയാണ് ക്രൈംബ്രാഞ്ച് SP ഗിരീഷ് പി സാരഥി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവരൊക്കെ കോർഡിനേറ്റ് ചെയ്ത് തന്നെയാണ് ഈ കേസിൽ പോകുന്നത്. പക്ഷേ സെബാസ്റ്റ്യൻ ഒട്ടും ബുദ്ധിയില്ലാത്ത ആളല്ല, വളരെ ബുദ്ധിപൂർവ്വമാണ് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കുളം വറ്റിക്കുന്ന സമയത്താണ് ഈ പേഴ്സും ഒരു തുണിയുടെ അവശിഷ്ടവും ഒക്കെ കിട്ടിയിട്ടുള്ളത്. അതൊക്കെ വർഷങ്ങളായിട്ട് അവിടെയുള്ള കുളങ്ങളാണ്. അതിൽ നിന്ന് ഇത് ആരുടെ ആണ് അല്ലെങ്കിൽ അത് ജയരമ്മയുടെ കുടുംബാംഗങ്ങൾ തിരിച്ചറിയണം. ആ രീതിയിലൊക്കെ പറഞ്ഞ് ഇയാൾക്ക് ഒഴിഞ്ഞു പോകാൻ കഴിയും. പക്ഷേ അന്വേഷണ സംഘത്തിന് സംശയമില്ലാത്തൊരു കാര്യമുണ്ട്, ഇതിൽ സെബാസ്റ്റ്യന് കൃത്യമായി തിരോധാന കേസുകളിലെല്ലാം ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഇയാൾ ഒരു ഹാബിച്വൽ ക്രിമിനലാണ്, ഇയാൾക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ സ്ത്രീകളൊന്നും ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ വളരെ 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 ട്വിസ്റ്റാണ് ഈ കേസുകൾ ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്നത്. ഇനി അന്വേഷണ സംഘത്തിന് ഏറ്റവും സഹായകരമാകാൻ പോകുന്നത് ആ DNA പരിശോധനാ ഫലമാണ്. പോലീസിന്റെ ഭാഗത്ത് നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. ശരണ്യ, നേരത്തെ തന്നെ 3 സ്ത്രീകളുടെ തിരോധാന കേസ്, അതായത് ഇപ്പോൾ ആയിഷ തിരോധാന കേസിലേക്കും പോലീസിന്റെ അന്വേഷണം കടന്നിരിക്കുന്നു. അതോടൊപ്പമാണ് കഴിഞ്ഞ ദിവസം ശരണ്യ പുറത്തുവിട്ട സിന്ധു എന്ന ബിന്ദുവിന്റെ തിരോധാന കേസിലും സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്ന രീതിയിലുള്ള സംശയം. ആ കേസും ഈ ബിന്ദുവിന്റെ ചേർത്തല സ്വദേശിയായിട്ടുള്ള സിന്ധു എന്ന ബിന്ദുവിന്റെ തിരോധാന കേസുകളിലേക്കും അന്വേഷണ സംഘം കടന്നിട്ടുണ്ടോ? അതോ ഈ 3 കേസുകളുടെയും അന്വേഷണം പൂർത്തിയായ ശേഷം മാത്രമായിരിക്കുമോ മറ്റ് നടപടികൾ ഉണ്ടാവുകയുള്ളൂ? ടോമി, ഈ കേസിനകത്ത് ഇപ്പോൾ ആയിഷ തിരോധാനം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ചേർത്തല പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. വലിയ ആക്ഷേപം 2017 അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അന്ന് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ആളുകൾ സെബാസ്റ്റ്യൻ ബിന്ദുവിന്റെ സ്വത്തുക്കൾ ഉൾപ്പെടെ 2013 തൊട്ട് ഇയാൾ വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാള് നമ്മൾ അന്വേഷിച്ചു, കുറേ ബാക്കിലേക്ക് നമ്മൾ അന്വേഷിച്ചു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ബിന്ദു പത്മനാഭൻ എന്ന് പറയുന്ന സ്ത്രീ 2003 അവരുടെ അച്ഛനും അമ്മയും മരിക്കുന്നു. ഈ അർത്തിങ്കൽ ഹൈവേയിലേക്ക് ബൈപ്പാസിലേക്ക് കിടക്കുന്ന അവരുടെ 30 സെന്റ് ഭൂമിയാണ് ഇവർ ആദ്യം വിൽക്കുന്നത്. ആ വിൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് സെബാസ്റ്റ്യനുമായി ഇവർ അടുപ്പത്തിലാകുന്നത്. അന്ന് സെബാസ്റ്റ്യൻ ഈ ചേർത്തല കേന്ദ്രീകരിച്ച് വാഹന ഡ്രൈവറായി ജോലി ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരാളാണ്. ആ സമയത്താണ് ഇവരുമായി സൗഹൃദത്തിലാവുകയും പിന്നീട് അത് നല്ല അടുത്ത ബന്ധത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ ബിന്ദു 2 പ്രോപ്പർട്ടികൾ വാങ്ങിയിട്ടുണ്ട്. ആലപ്പുഴ ടൗണിലേക്ക് വാങ്ങുന്നു, അമ്പലപ്പുഴ ഭാഗത്ത് വാങ്ങുന്നു, ഒപ്പം തന്നെ പാലാരിവട്ടം ഭാഗത്ത് വാങ്ങുന്നു. ഈ 2 പ്രോപ്പർട്ടികളും പിന്നീട് ഉടമയായി വിൽക്കുന്നത് പവർ ഓഫ് അറ്റോർണി മൂലം
ഉടമയായി വിൽക്കുന്നത് സെബാസ്റ്റ്യൻ ആണ് എന്നുള്ളതാണ്. അങ്ങനെ വിൽക്കുന്ന സമയത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ സംശയം നേരിട്ടില്ല. അപ്പോൾ ബിന്ദു തന്നെ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വരുന്നവരോടെല്ലാം ബിന്ദുവിന്റെ കോൾ ഉൾപ്പെടെ കാണിച്ചാണ് ഇയാൾ പിടിച്ചു നിന്ന് പോന്നിരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഓരോ സമയത്തും ഇയാൾ ഓരോ ആളുകളെ കബളിപ്പിച്ചു. ബിന്ദുവിന്റെ ബന്ധുക്കൾ, സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തില്ലായിരുന്നു. അവരെ അതിനകത്ത് വലിയ കാര്യമായ ആ കേസിനകത്ത് എത്രമാത്രം ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം 2017 സഹോദരിയെ കാണാതായിട്ട് കേസ് ഫയൽ ചെയ്യുന്നത് പോലും. അങ്ങനെ ഒരു വീഴ്ച ആ കേസിനകത്ത് വന്നിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ 2017 എന്ന് പറയുന്നത് സെബാസ്റ്റ്യൻ അതിസമ്പന്നനായ വ്യക്തിയായി മാറിയിട്ടുണ്ടായിരുന്നു. ബിന്ദുവിന്റെ പണം അയാളുടെ കൈവശം, ബിന്ദുവിന്റെ പ്രോപ്പർട്ടികൾ വിറ്റ പണം അയാളുടെ കൈവശമുണ്ടായിരുന്നു. കൃത്യമായി ട്രെയിനിങ് വന്നിട്ടുണ്ട്, അഭിഭാഷകരെ കണ്ടിട്ടുണ്ട്, എങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ളത് അയാൾക്ക് കൃത്യമായി അറിയാമെന്നുള്ളതാണ്. അങ്ങനെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സെബാസ്റ്റ്യനെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നത്. അതിന്റെ അപ്പുറം ഇയാൾക്ക് ഹൈ ഷുഗർ ആണ്, വലിയ ഷുഗറുള്ള പ്രമേഹ രോഗിയായിട്ടുള്ള ഇയാളുടെ ആരോഗ്യസ്ഥിതി മോശമാണ്, കാലിലൊക്കെ മുറിവുണ്ട്. ഇതൊക്കെ പറഞ്ഞ് അയാൾ കൃത്യമായി അന്വേഷണ സംഘത്തെ തന്നെ തൊടാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർക്ക് പരിമിതിയുണ്ട്. കാരണം അവർക്ക് തന്നെ ഇതൊരു ബാധ്യത അവസാനം മാറുമോ എന്നുള്ള നമുക്കറിയാലോ. എന്ത് വന്നാലും അവസാനം അത് അന്വേഷണ സംഘത്തിന്റെ തലയിലേക്ക് വരുള്ളൂ. ആ ബാധ്യത ഉണ്ടാകുമോ എന്നുള്ള ഭയം അന്വേഷണ സംഘത്തിനുമുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഇതിൽ ഇപ്പോൾ 4 കേസുകളാണ് കണക്റ്റായി നിൽക്കുന്നത്. അതായത് 2006 ബിന്ദുവിനെ കാണാനില്ല. ബിന്ദു 2005 വരെയുള്ള ട്രഷറി അക്കൗണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ട്രഷറിയിൽ നിന്നും പിന്നീട് 2005 മെയ് വന്നതിന് ശേഷം ഇവർ പൈസ കളക്ട് ചെയ്തിട്ടില്ല. ഐഷയ്ക്ക് പെൻഷൻ വന്നിട്ടുണ്ട്, ഐഷയും തുകകൾ കളക്ട് ചെയ്തിട്ടില്ല. 2005ഉം 2012ഉം കണക്ട് ചെയ്താൽ നമുക്ക് അങ്ങനെ തന്നെ പറയാം ഇവർ രണ്ടുപേരുടെയും വീട്ടുകാരോ അല്ലെ അടുത്ത ആളുകളുമായിട്ട് ഈ കോളുകൾ റിപ്പീറ്റായി വന്നിട്ടുണ്ട്. ബിന്ദുവിന്റെയും ഐഷയുടെയും വിളിക്കുന്ന പോലെ. അതിനുള്ളൊരു ഗ്യാപ്പാണ് ഈ സിന്ധു എന്ന ബിന്ദുവിലേക്കുള്ള അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധ തിരോധാനം, ചേർത്തല തന്നെയായിട്ടുള്ള തിരോധാനത്തിലേക്ക് പോകുന്നത്. 2024 ഡിസംബറിലേക്ക് വരുമ്പോൾ ജയനമ്മ വരുന്നു. എന്നാൽ ഇയാളൊരു തുടർച്ചയായി ക്രിമിനൽ സ്വഭാവമുള്ള, അത്തരത്തിൽ അന്വേഷണ സംഘം നിരീക്ഷിച്ചത് വെച്ചിട്ട് അങ്ങനെ തുടർച്ചയായി ക്രിമിനൽ സ്വഭാവമുള്ള സെബാസ്റ്റ്യൻ 2012 മുതൽ 2024 വരെയുള്ള കാലയളവിൽ അടങ്ങിയിരിക്കില്ല എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം. അതുകൊണ്ട് തന്നെ സിന്ധു എന്ന ബിന്ദുവിന്റെ തിരോധാനം, തിരുവിഴ അമ്പലത്തിലേക്ക് പോയ സ്ത്രീയാണ്. 6:30 വരെ അവരെ കണ്ടവരുണ്ട്. അതിനുശേഷം അവരെവിടെയാണെന്ന് ഇന്ന് വരെ ആർക്കും ഒരറിവുമില്ല എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു സ്ത്രീയുടെ തിരോധാനം, അവർക്കും പണം ആവശ്യമുണ്ടായിരുന്നു. മകളുടെ വിവാഹമായിരുന്നു. മകളുടെ വിവാഹത്തിനുള്ള സ്വർണ്ണം ഉൾപ്പെടെയുള്ള കല്യാണ ചിലവുള്ള പൈസ ആവശ്യമുണ്ടായിരുന്നു. 2 പെൺമക്കളെ ഒറ്റയ്ക്ക് പോറ്റി വളർത്തിയ അമ്മയാണ്. മകളുടെ കല്യാണമാകുമ്പോൾ എന്തായാലും അവരെ ഉപേക്ഷിച്ചിട്ട് സ്വർണ്ണം ഉൾപ്പെടെ കരുതി വെച്ചിരിക്കുന്ന ഒരു അമ്മ ഇട്ടിട്ട് പോകില്ല. അപ്പോൾ അവരും ബോധപൂർവം എവിടെയോ മൺമറഞ്ഞ് പോയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണ് ഈ 4 കേസുകളിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത് എന്നുള്ളതാണ്. ഈ 4 കേസുകളും അവർ ഇഴകീറി പരിശോധിക്കുന്നുണ്ട്. അപ്പോഴും ഇവരോട് പറയാത്ത ആളുകളൊക്കെ നമ്മളോട് പല വിവരങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ട് അങ്ങോട്ട് അന്വേഷണ സംഘം എത്തുന്നില്ല എന്നുള്ളത് വലിയ ചോദ്യമാണ് കേട്ടോ. അതാണ് ഭയപ്പെടുത്തുന്ന കാര്യം. കാരണം ഈ സെബാസ്റ്റ്യൻ എന്ന കൊടും കുറ്റവാളി കൂടുതൽ സ്ത്രീകളെ കൊലപ്പെടുത്തിയിട്ടുണ്ടാകുമോ, അതിൻ്റെ കാരണം എന്താണ്, ഇയാൾക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലെ തിരോധാന കേസുകളിൽ പോലീസിൻ്റെ അന്വേഷണം നടക്കുമ്പോൾ ധർമ്മസ്ഥലയിൽ 100-ലധികം ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട കേസിലാണ് പ്രത്യേക അന്വേഷണ സംഘം തെരച്ചിൽ നടക്കുന്നത്. തെരച്ചിൽ 7ാം ദിവസം പുരോഗമിക്കുകയാണ്. ധർമ്മസ്ഥലയിൽ തെളിവുകൾ തേടി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തെരച്ചിൽ 7ാം ദിനം. 11ാം പോയിന്റിലാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ച ബംഗളക്കുന്നിന് സമീപമാണ് ഈ പ്രദേശം. പൂർണ്ണ മനുഷ്യാസ്ഥികൂടത്തിന് പുറമെ 60-ലധികം അസ്ഥിഭാഗങ്ങൾ മംഗളക്കുന്നിൽ കണ്ടെത്തിയിരുന്നു. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, ഈ സ്പോട്ട് പോയിന്റുകൾക്ക് പുറമെ മറ്റ് സ്ഥലങ്ങളിലും, അതായത് ഈ മുൻ ശുചീകരണ തൊഴിലാളി ആദ്യഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കാതിരുന്ന സ്ഥലങ്ങളിൽ നിന്നും നിരവധി അസ്ഥിയുടെ ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ 7ാം ദിവസത്തെ തെരച്ചിൽ 11ാം പോയിന്റിലാണ്. എത്ര ദിവസം കൂടി തെരച്ചിൽ വേണ്ടിവരും? മാത്രമല്ല മറ്റ് സ്പോട്ടുകളിലും ഈ ദിവസങ്ങളിൽ തന്നെ തെരച്ചിലുണ്ടാകുമോ? തീർച്ചയായും ടോമെ, ഇപ്പോൾ 11ാം പോയിന്റിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. നമുക്കറിയാം ഇന്നലെ സർപ്രൈസ് സ്പോട്ട് എന്നാണ് ഈ അന്വേഷണ സംഘം വിശദമാക്കിയത്. ആ സ്ഥലത്ത് നിന്നാണ് ഇതുവരെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ വസ്തുക്കൾ ലഭിച്ചത്. അതായത് പൂർണ്ണ മനുഷ്യ അസ്ഥികൂടം, അതോടൊപ്പം 60ഓളം അസ്ഥികൾ, ഇങ്ങനെ ഒരു സാധനമാണ്. ഇത്തരത്തിലുള്ള വസ്തുക്കളാണ് ഒരു പോയിന്റ് നിന്ന് ലഭിച്ചത്. അതായത് നേരത്തെ മാർക്ക് ചെയ്തിട്ടില്ലാത്ത സ്ഥലമാണ്. 1 മുതൽ 13 വരെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ 13 ഇടങ്ങൾ പരിശോധിക്കുന്നതിന് പകരം 11ാമത്തെ പോയിന്റ്
പരിശോധന നിർത്തി ഇത്തരത്തിൽ വനത്തിനകത്തേക്ക് ഈ സംഘം കടക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരം അറിയുന്നത്. ഇവിടെ ഇത്തരത്തിൽ മനുഷ്യാസ്ഥി കൂടെ ലഭിച്ചു. ഇത്തരത്തിൽ കൂടുതൽ ശരീരാവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയിൽ മാത്രമേ ഇത് പുരുഷന്റേതാണോ ടോമേ, ഈ പരിശോധനയിൽ മാത്രമേ ഇത് സ്ത്രീയുടെ ഓക്കെയാണ്. ധർമ്മസ്ഥലയിൽ തെളിവുകൾ തേടി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ബൈജു, ഇപ്പോൾ കഴിഞ്ഞ ദിവസം 60-ലധികം അസ്ഥിഭാഗങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് 3-ാം ദിവസത്തെ തെരച്ചിൽ കണ്ടെത്തിയ പൂർണ്ണ മനുഷ്യ അസ്ഥികൂടത്തിന് പുറമെയാണിത്. മറ്റു വിവരങ്ങൾ, അതായത് നേരത്തെ തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതിലൊക്കെ ഒരു രഹസ്യ സ്വഭാവം, ഈ തെരച്ചിലിലൊക്കെ ഒരു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ചിരുന്നു. അതോടൊപ്പം ഈ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിയെ കൂടി ചോദ്യം ചെയ്യാനുള്ള നീക്കം ഉണ്ടാകുമെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. അത്തരം നീക്കം ഉടൻ തന്നെ ഉണ്ടാകുമോ? നിലവിൽ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ടോ? ഇല്ല ടോമേ, അത്തരം നീക്കങ്ങളിലേക്ക് ഇപ്പോൾ SIT കടന്നിട്ടില്ല. പ്രധാനമായും ഇതിൽ തെളിവുകൾ ശേഖരിക്കുക, എത്രത്തോളം മൃതദേഹ ആവശ്യങ്ങൾ ശേഖരിക്കാൻ പറ്റുന്നോ അത്തരം മൃതദേഹങ്ങൾ ശേഖരിക്കുക, ഇതാണ് ഇപ്പോൾ SITക്ക് മുന്നിലുള്ളത് ഏറ്റവും പ്രധാനമായ കാര്യം. അതിനുശേഷം മാത്രമേ ഈ സാക്ഷി മൊഴി നൽകിയിരിക്കുന്ന പ്രകാരം ഇത് തന്നെ ആരാണ് ഈ ദൗത്യം ഏൽപ്പിച്ചത് അവരിലേക്ക് എത്തുക, അതുകൂടാതെ ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരിലേക്ക് എത്തുക. ആദ്യം ഇതിൽ കൃത്യമായി പരിശോധന നടത്തി എത്രത്തോളം തെളിവുകൾ ശേഖരിക്കാമെന്ന് തന്നെയാണ് SIT ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഫോറൻസിക് പരിശോധനാ ഫലം വളരെ നിർണായകമാണ്. കാരണം 6ാമത്തെ സ്പോട്ടിലാണ് ആദ്യം മൃതദേഹം ഇത്തരത്തിൽ പൂർണ്ണമായ ഒരു മനുഷ്യന്റെ അസ്ഥികൂടം ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ച ഫോറൻസിക് പരിശോധന പ്രാഥമികമായ ഒരു ഫലം മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഇത് ഏത് വർഷമാണ്, ഇത് എത്ര വർഷം പഴക്കമുണ്ട് എന്ന കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരാനുണ്ട്. അത് ഇനിയും താമസമെടുക്കും. അതോടൊപ്പമാണ് ഇന്നലെ ലഭിച്ച ഇത്തരത്തിലുള്ള ഈ വസ്തുക്കൾ, അതെല്ലാം മൃതദേഹാവശിഷ്ടങ്ങളെല്ലാം തന്നെ ഫോറൻസിക് പരിശോധനാ ഫലം വരേണ്ടതുണ്ട്. ഇത് എത്ര വർഷം പഴക്കമുള്ളതാണ്, ഇത് ഏത് രീതിയിൽ കൊല്ലപ്പെട്ടതാണ്, അത്തരം കാര്യങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ ഇതിൽ ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയ പ്രകാരമുള്ള സാക്ഷികളെ അല്ലെങ്കിൽ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഒക്കെ ചോദ്യം ചെയ്യലുണ്ടാകും. ഇതിൽ ഏറ്റവും പ്രധാനം 13 പോയിന്റാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. 70ഓളം ഇടങ്ങളിൽ ഇത്തരത്തിൽ 100-ലധികം ആളുകളുടെ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ ഉൾപ്പെടെ മൃതദേഹങ്ങൾ കുടിച്ചിട്ടുണ്ടെന്നാണ് ഈ സാക്ഷിയുടെ മൊഴി. അതുകൊണ്ട് തന്നെ ഇത് മുഴുവൻ പരിശോധിച്ച് അതിനുശേഷം മാത്രമേ അത്തരം നടപടികളിൽ കടക്കൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഈ പരിശോധന നടക്കുന്നത് പൂർണ്ണമായും രഹസ്യ സ്വഭാവത്തിലാണ്. ഈ ഭാഗങ്ങളെല്ലാം മറച്ചുവെച്ച് അതിനകത്ത് പരിശോധന നടത്തുന്നു. അത് JCB ഉണ്ട്, ഒപ്പം തൊഴിലാളികൾ ഉൾപ്പെടെ ഉണ്ട്. ഏതായാലും ഏത് സമയത്തും ഇവിടെ നിന്നും നിർണായകമായ തെളിവുകൾ ലഭിച്ചേക്കാം. കാരണം 11ഉം 12ഉം പോയിന്റിൽ കൂടുതൽ മൃതദേഹങ്ങൾ പൊഴിച്ചിട്ടെന്നാണ് സാക്ഷിയുടെ മൊഴി. പ്രധാനമായും ഇത് റോഡിനോട് ചേർന്ന് ഇത്തരത്തിൽ ബംഗളക്കുന്ന് എന്ന് പറയുന്ന ഈ കുന്നിന് അടുത്തായി വനാതിർത്തിയിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഭാഗത്ത് വാഹനങ്ങളിൽ എത്തിച്ച് മൃതദേഹങ്ങൾ ഇവിടെ താൻ സംസ്കരിച്ചു എന്നാണ് ഇദ്ദേഹത്തിന്റെ മൊഴി. എന്നാലും ഇതിൽ ഇപ്പോൾ ഇനി കൂടുതൽ സ്പോട്ടുകൾ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇന്ന് 11ഉം 12ലും പരിശോധന പൂർത്തിയാകും. ഇനി നാളെ ആയിരിക്കും ഇതിൽ 13ാമത്തെ ആ ഒരു സ്പോട്ട്, അതായത് നേത്രാവതി പുഴയുടെ സമീപത്ത് സ്നാനഘട്ടയ്ക്ക് സമീപമാണ് 13ാമത്തെ പോയിന്റ്. റോഡിന് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ പോയിന്റ് ഉള്ളത്. ഒരുപക്ഷെ ആളുകളൊക്കെ നടന്നു പോകുന്നത് ഈ മൃതദേഹാവശിഷ്ടം ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു മാർക്ക് ചെയ്ത സ്ഥലമായിരുന്നു. അവിടെ പരിശോധന ഒരുപക്ഷെ നാളെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇതുവരെ മാർക്ക് ചെയ്ത സ്ഥലങ്ങളെല്ലാം നാളെ പൂർത്തിയാകും. പിന്നീട് എന്താണ് ഇനി തുടർ അന്വേഷണം, അത് നിർണായകമാണ്. SIT ഇത് സംബന്ധിച്ച് ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല. നിലവിൽ ലഭിച്ചിട്ടുള്ള വസ്തുക്കൾ ഉൾപ്പെടെ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ അതിലൊരു സ്ഥിരീകരണവും SITയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. പൂർണ്ണമായും ഈ അന്വേഷണം അവസാനിപ്പിച്ചതിന് ശേഷം, അതല്ലെങ്കിൽ കൃത്യമായ തെളിവുകൾ ലഭിച്ചതിന് ശേഷം മാത്രമേ ഈ കാര്യങ്ങൾ പുറത്തുവിടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് DGP കർശന നിർദ്ദേശം നൽകിയതാണ്. ഏതെങ്കിലും കാരണവശാൽ ഇപ്പോൾ ഏതെങ്കിലും വസ്തുക്കൾ ഇങ്ങനെ ലഭിക്കുന്ന വസ്തുക്കൾ ഇതിൽ സംബന്ധിച്ചൊന്നും ഇപ്പോൾ വിശദാംശങ്ങൾ നൽകേണ്ടതില്ല എന്ന് തെളിവുകൾ ശേഖരിക്കുക തന്നെയാണ് ഇതിൽ SIT കണ്ടെത്തിയ പൂർണ്ണ അസ്ഥികൂടം, മനുഷ്യന്റെ അസ്ഥികൂടം, അത് പുരുഷന്റേതാണെന്നും അത് യുവാവിൻ്റെതാണെന്നും വ്യക്തമായതാണ്. അതിന്റെ ചില സൂചനകൾ ലഭ്യമായതാണ്. ഈ മറ്റ് കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെ കണ്ടെത്തിയ 60-ലധികം അസ്ഥിഭാഗങ്ങൾ അതാരുടേതാണ് എന്ന് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിൻ്റെ ശാസ്ത്രീയ പരിശോധനാ ഫല റിപ്പോർട്ടുകൾ, ഈ ഫോറൻസിക് റിപ്പോർട്ടുകളൊക്കെ വരേണ്ടിയിരിക്കുന്നു. ആ റിപ്പോർട്ടുകൾക്കായും ഈ അസ്ഥിഭാഗങ്ങൾ
ബംഗളൂരുവിലെ ലാബിലേക്ക് അയച്ചിട്ടുണ്ടോ ബൈജു? തീർച്ചയായും ടോമെ, ഇന്നാണ് ഇതിന്റെ അസ്ഥിഭാഗങ്ങളൊക്കെ ബംഗളൂരുവിലേക്ക് അയച്ചത്. ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടുകൂടി ഇത് ലാബിലെത്തും. അതിനുശേഷം ഒരു പ്രാഥമിക പരിശോധനാ ഫലം നമുക്ക് ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇത് സ്ത്രീയുടേതാണോ ഫലം ലഭിക്കണമെങ്കിൽ അതിന് ഇനിയും താമസമുണ്ടാകും. ഒരുപാട് താമസമുണ്ടായി മാത്രമേ ഇത് അറിയാൻ സാധിക്കൂ. എന്തായാലും ഫോറൻസിക് പരിശോധനാ ഫലം വരുന്നതിന് മുമ്പ് തന്നെ ഓരോ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പരിശോധന നടത്തി ഈ തെളിവുകൾ ശേഖരിക്കുക എന്ന് തന്നെയാണ് SIT ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ആ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടുന്ന മുഴുവൻ ഇടങ്ങളും പരിശോധിക്കുക, അതാണ് ഇപ്പോൾ SIT തീരുമാനിച്ചിട്ടുള്ളത്. അതുകൂടാതെ SIT ഇപ്പോൾ വിപുലീകരിക്കുന്ന കാര്യവും ആലോചിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ 20 അംഗങ്ങളാണ് SITയിലുള്ളത്. DGPയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ 20 അംഗ ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. അത് ഒരു പക്ഷേ വിപുലീകരിച്ച് ഇപ്പോൾ SITയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച ധർമ്മസ്ഥലയിൽ ഏഴാം ദിവസത്തെ പരിശോധന പുരോഗമിക്കുകയാണ്. 11ാം പോയിന്റിലാണ് തെരച്ചിൽ. ബൈജു, അതോടൊപ്പം നേരത്തെ 13 സ്പോട്ട് പോയിന്റുകളാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇത് ഈ വനമേഖലയ്ക്ക് പുറമെ, അതായത് സർക്കാർ ഭൂമിയും വനമേഖലകളിലുമാണ് ഈ 13 സ്പോട്ട് പോയിന്റുകളും. ഇതിന് പുറമെ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള സ്ഥലം, സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം, ഇവിടെയൊക്കെ ഈ അസ്ഥിഭാഗങ്ങൾ, ഈ ശരീരഭാഗങ്ങൾ കുഴിച്ചിട്ടുണ്ട് എന്ന് മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയതാണ്. അത്തരം വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറിയതാണ്. പക്ഷേ അവിടെ പരിശോധിക്കണമെങ്കിൽ നിയമപരമായ എല്ലാ പഴുതുകളും അടച്ചു തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അതിനുവേണ്ടിയുള്ള നിയമസഹായം അന്വേഷണ സംഘം തേടിയിട്ടുണ്ടോ? മറ്റ് സ്ഥലങ്ങളിലേക്കും, ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള സ്ഥലങ്ങളിലേക്കും തെരച്ചിൽ ഉടൻ തന്നെ ഉണ്ടാകുമോ? ടോമെ, അത്തരം നടപടികൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നേരത്തെ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന 14 15 പോയിന്റ്, അത് ആരോപണ വിധേയനായ വ്യക്തിയുടെ എസ്റ്റേറ്റ് ആണ്. അവിടെ പരിശോധന നടത്താൻ കോടതി ഉത്തരവോടുകൂടി നടത്താമെന്നൊരു തീരുമാനത്തിലെത്തുകയായിരുന്നു. അങ്ങനെ അതിനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴും ഈ 13ാം പോയിന്റ് നമുക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇനി 3 പോയിന്റാണ് ബാക്കിയുള്ളത്. അതോടൊപ്പം സാക്ഷി ചൂണ്ടിക്കാട്ടിയ ഈ വനത്തിനകത്ത് പല പ്രദേശങ്ങളുമുണ്ട്. അവിടെയും ഒരുപക്ഷെ പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള ഈ ആരോപണ വിധേയനായ വ്യക്തിയുടെ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ പരിശോധിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും SITയുടെ നീക്കങ്ങളെല്ലാം വളരെ രഹസ്യമാണ്. ഒരുപക്ഷെ ഇന്നലെ തന്നെ 11ാം പോയിന്റിൽ പരിശോധന നടത്താനെത്തിയ SIT നേരെ പോയത് വനത്തിലേക്കാണ്. അവിടെ പരിശോധന നടത്തുന്നു. അവിടുന്ന് കൃത്യമായി 4 മണിയോടുകൂടി ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നു. അത് ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോഴും ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത് സംബന്ധിച്ച് SITയുടെ ഭാഗത്തു നിന്നും അവർ സ്ഥിരീകരണം നൽകാൻ തയ്യാറായിട്ടില്ല. പക്ഷേ അതിൽ ദൃശ്യങ്ങളിൽ കൃത്യമായി അത് വ്യക്തമാണ്. പ്രത്യേകിച്ച് നമുക്ക് വിശ്വസനീയമായ സോഴ്സിൽ നിന്നും ആ കാര്യം സ്ഥിരീകരിക്കാൻ പറ്റി. ഇനി ഇന്നത്തെ പരിശോധനയിൽ എന്തൊക്കെ വസ്തുക്കൾ കിട്ടിയെന്ന കാര്യത്തിലും നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കുന്നില്ല. കാരണം അത്രത്തോളം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ പരിശോധന നടത്തുന്നത്. ഒരുപക്ഷെ ഈ അന്വേഷണത്തിന് ഏതെങ്കിലും തരത്തിൽ ഇത്തരം വിവരങ്ങൾ കൂടുതൽ പുറത്തു പോകുന്നത് ബാധിക്കുമോ എന്ന് കരുതുന്നുകൊണ്ടായിരിക്കാം ഇതെല്ലാം പരിശോധിച്ച്. ഇത് വളരെ പ്രാഥമിക ഘട്ടത്തിലാണ് ഈ പരിശോധനയുള്ളതെന്ന് DGP തന്നെ നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നു. ഇനിയും ഒരുപാട് ദൂരം SITക്ക് ഇതിന് പോകാനുണ്ട്. പല തടസ്സങ്ങളും ഉണ്ടായേക്കാം. കാരണം കഴിഞ്ഞ ദിവസം തന്നെ സാക്ഷിയെ ഭീഷണിപ്പെടുത്തുന്നു ഈ SITയുടെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ. ഇയാൾക്കെതിരെയുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. അത്തരത്തിൽ വലിയ തോതിലുള്ള അട്ടിമറിയൊക്കെ SITയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ വിവരങ്ങൾ പെരുപ്പിച്ച് പുറത്തേക്ക് കാണിക്കാതെ ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തി ഈ ഒരു അന്വേഷണം പൂർത്തിയാക്കാനാണ് SIT തീരുമാനിച്ചിട്ടുള്ളത്. ടോം, വ്യക്തമാണ്. ധർമ്മസ്ഥലയിൽ നിന്ന് KB ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ധർമ്മസ്ഥലയിലെ തിരച്ചിൽ, മൃതദേഹാവശിഷ്ടങ്ങൾക്ക് വേണ്ടി തിരച്ചിൽ പുരോഗമിക്കുകയാണ്. കൊല്ലം കൊട്ടാരക്കരയിൽ വയോധികയ്ക്ക് ക്രൂരമർദ്ദനം. 80-കാരി സരസമ്മയെയാണ് അയൽവാസിയായ ശശിധരൻ ക്രൂരമായി മർദ്ദിച്ചത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. ശശിധരന്റെ ഭാര്യയെ സരസമ്മ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തായിരുന്നു മർദ്ദനം. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു.
എസ് വിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷ്, ഒരു 80-കാരിയോടാണ് അയൽവാസി ഈ രീതിയിൽ ക്രൂരമായ രീതിയിൽ ഉപദ്രവിക്കുന്നവരെ മർദ്ദിക്കുന്നത്. എന്താണ് സംഭവത്തിന് പിന്നിൽ? ടോം, കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾക്ക് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. കൊട്ടാരക്കര ഗാന്ധിമുക്കിലാണ് അയൽ തർക്കങ്ങളെ തുടർന്നുണ്ടായ ഒരു വിരോധമാണ് ഇത്തരത്തിലുള്ളൊരു മർദ്ദനത്തിലേക്ക് നയിച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. വയോധികയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ മർദ്ദിച്ച ആളെ പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തു. അയാളെ അല്പസമയത്തിനകം റിമാൻഡ് ചെയ്യും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് 80-കാരിയായ ഒരു വയോധികയ്ക്കാണ് ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. അയൽത്തർക്കത്തെ തുടർന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. അയൽത്തർക്കത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അപ്പോൾ ഈ 80-കാരിയായ ഈ വയോധിക ഈ മർദ്ദിക്കുന്ന ആളുടെ വീട്ടിൽ അസഭ്യം പറഞ്ഞു എന്നുള്ളൊരു കുറ്റം ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾ അവിടെ ചോദിക്കാൻ വന്നതാണ്. അപ്പോഴാണ് ഈ വയോധിക ദൃശ്യങ്ങൾ തന്നെ കാണാം, ആദ്യം ഒരു കമ്പ് ഉപയോഗിച്ച് അയാളെ അടിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. തുടർന്ന് ഇതിൽ പ്രകോപിതനായ ആളാണ് തിരിച്ചു മർദ്ദിക്കുന്നത്. അപ്പോൾ മർദ്ദനം അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നിലത്തിട്ട് വയോധികയെ ക്രൂരമായി മർദ്ദിക്കുന്നു. തുടർന്ന് അവരുടെ കാലിൽ പിടിച്ച് വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് വലിക്കുന്ന തരത്തിൽ അത്ര മൃഗീയമായിട്ടുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സംഭവത്തിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കേൾക്കാൻ കഴിയും. അവർ ഉറക്കെ നിലവിളിക്കുന്നുണ്ട്, ഓടി വരണമെന്നൊക്കെ നിലവിളിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ദയനീയമായൊരു ദൃശ്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അയാളെ ആ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്തായാലും ഈ വയോധിക കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ സാഹചര്യമുണ്ടായിട്ട് അവരുടെ തലയ്ക്ക് പരിക്കുണ്ട്. അപ്പോൾ എന്തായാലും അറസ്റ്റ് ചെയ്ത് അല്പസമയത്തിനകം തന്നെ ഇയാളെ റിമാൻഡ് ചെയ്യും എന്നാണ് നമുക്കറിയുന്നത് കേട്ടോ. അങ്ങനെ പതിവായി അയൽവാസികൾ തമ്മിൽ ഇങ്ങനെ പ്രശ്നം നിലനിൽക്കുന്നതാണോ? എന്താണ് നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം? ടോം, സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്ഥലത്തെത്തി കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തിയിരുന്നു. അപ്പോൾ സമീപവാസികൾ, അതായത് അയൽവാസികൾ പോലീസിനോട് പറഞ്ഞത് ഈ വയോധികയ്ക്ക് എതിരായിട്ടുള്ള ചില മൊഴികളാണ് നൽകിയത്. കാരണം ഇവർ അവിടെ ഉറക്കം കെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് എല്ലാവരെയും അസഭ്യം പറയുന്നു. അങ്ങനെ അയൽ തർക്കങ്ങൾ ഉണ്ടാകുന്നു. അയൽവാസികളുമായിട്ടുള്ള വയോധിക എപ്പോഴും നിരന്തരം പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു സാഹചര്യം, അത്തരത്തിൽ പ്രകൃതമുള്ള ഒരു വയോധികയാണെന്നാണ് അറിയുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് മുൻപും കേസ് ഉണ്ട്, പോലീസിൽ പരാതികളെല്ലാം നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പം ഇതിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാൾ ആ വീട്ടിലേക്ക് എത്തിയതാണ്, ഈ അയൽവാസി എത്തിയതാണ്. ഇത് രമ്യതയിൽ സംസാരിക്കാൻ വേണ്ടിയാണ് അയാൾ എത്തിയതെന്നാണ് പറയുന്നത്. പക്ഷേ ഈ വയോധികയുടെ ഭാഗത്ത് നിന്നും പ്രകോപനമായിട്ടുള്ളൊരു ഇടപെടലുണ്ടായി. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആദ്യം ഇവരാണ് വടിയെടുത്ത് അയാളെ അടിക്കുന്നത്. തുടർന്നാണ് ഇത് വലിയ രീതിയിലുള്ള ഒരു മർദ്ദനത്തിലേക്ക് കലാശിച്ചത്. ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ അയൽത്തർക്കം, ഇവരുമായി ബന്ധപ്പെട്ട് ചില അയൽത്തർക്കങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും പോലീസിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വ്യക്തമാണ്. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം കോതമംഗലത്ത് യുവാവിനെ വിഷം കൊടുത്ത് കൊന്ന കേസിൽ പ്രതിയായ പെൺസുഹൃത്ത് അധീനയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ആ വാർത്തയിലേക്ക് എത്താം. കോതമംഗലത്ത് യുവാവിനെ വിഷം കൊടുത്ത് കൊന്ന കേസിൽ പ്രതിയായ പെൺസുഹൃത്ത് അധീനയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കോതമംഗലം കോടതിയാണ് പോലീസിന് കസ്റ്റഡി അനുവദിച്ചത്. 2 ദിവസത്തെ കസ്റ്റഡിയാണുള്ളത്. അൻസിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ തേടാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ഡാനി, ഗ്രീഷ്മ മോഡൽ കൊലപാതകമാണ് നടന്നത്. നേരത്തെ തന്നെ പെൺസുഹൃത്ത് ഈ കുറ്റം സമ്മതിച്ചതാണ്. ഇനി ഇപ്പോൾ 2 ദിവസത്തെ കസ്റ്റഡിയിൽ എന്തൊക്കെ നടപടികളായിരിക്കും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക? ടോം, ഇക്കാര്യത്തിൽ പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്ന, അല്ലെങ്കിൽ പോലീസിന്റെ പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറയുന്നത്, ഇത് ഈ കേസിൽ ഇവർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നൊരു സംശയം പോലീസിനുണ്ട്. അതിനൊരു പ്രത്യേക കാരണമെന്ന് പറയുന്നത്, ഇവരുടെ വീട്ടിലെ ഈ CCTV ദൃശ്യങ്ങൾ അതെല്ലാം തന്നെ നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ അതിൻ്റെ DVR അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഇവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. പോലീസ് കരുതുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവർ ആരെങ്കിലും സഹായം ഇതുമായി ബന്ധപ്പെട്ട് തേടിയിട്ടുണ്ടാകും. സ്വാഭാവികമായും അത് ഏത് രീതിയിലുള്ളൊരു സഹകരണമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇവരോട് എന്ത് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും ഇതിനെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഇത് പ്രവർത്തിച്ചിരുന്ന ഒരു CCTV ആണ്. അത് മുഴുവനായിട്ട് തന്നെ ഇല്ലാതാക്കുന്നത്, അല്ലെങ്കിൽ ഓഫ് ചെയ്യുന്നു. അതിൻ്റെ മെമ്മറി കാർഡിൽ നിന്നെല്ലാം തന്നെ ദൃശ്യങ്ങൾ ഒഴിവാക്കുന്നു, റെക്കോർഡിംഗ് ഇല്ലാതാക്കുന്നു. ഇതെല്ലാം
തനിച്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായി അവരോട് ഏതെങ്കിലും രീതിയിലുള്ള കാരണങ്ങൾ പറയുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഈ CCTV വെച്ച് ആയിരിക്കില്ല, ചിലപ്പോൾ മറ്റാരുടെയെങ്കിലും ഇത് അറിയാവുന്ന സാങ്കേതികത്വം അറിയാവുന്ന ആരെങ്കിലും സഹായം തേടുകയോ ചെയ്തിട്ടുണ്ടാകാമെന്നൊരു സംശയം പോലീസിന് ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുകയും വേണം. ഒപ്പം ഇവർ തമ്മിലുണ്ടായിരുന്നത് സാമ്പത്തിക ഇടപാടുകളായിരുന്നു എന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതുമാത്രമാണോ ഇടപാട് എന്നത് പോലീസ് അന്വേഷിക്കുന്നത്. ഇവർ മറ്റേതെങ്കിലും രീതിയിലുള്ള തർക്കങ്ങൾ, മറ്റാരെങ്കിലും ചൊല്ലിയുള്ള തർക്കങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നത് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം പൂർത്തിയാക്കാനുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഈ അന്വേഷണം മുന്നോട്ട് പോകണം, തെളിവെടുപ്പ് പൂർത്തിയാക്കുകയും വേണം. ഈ കേസിൽ ഇവർ മാത്രമാണ് പ്രതി എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് ഇതുവരെയും ചെന്നെത്തി നിൽക്കുന്നത്. ഇനി വിശദമായ ചോദ്യം ചെയ്യലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടത്. കാരണം നമുക്കറിയാം, ഇത് ഈ കൊലപാതക രീതിയും കാര്യങ്ങളുമെല്ലാം അനുവർത്തിച്ചിരിക്കുന്നത് തികഞ്ഞ ഒരു ക്രിമിനലിൻ്റെ കൈയടക്കത്തോടു കൂടി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇവരെ വിഷം കലർത്തിയ പാനീയം കൊടുക്കുകയും പിന്നീട് ഇവരെ വീട്ടിലടക്കം വിളിച്ചു പറയാൻ ആത്മഹത്യ എന്ന രീതിയിലേക്ക് വരുത്തി തീർക്കാനും എല്ലാം തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് ശ്രമങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നു. അതോടൊപ്പം ഈ സാമ്പത്തിക കാര്യങ്ങൾ മാത്രമല്ല എന്ന രീതിയിലേക്ക് പോലീസിന് ചില വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. മറ്റു ചിലരുമായുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, അതിനെ ചൊല്ലിയുള്ള അസ്വാരസ്യങ്ങൾ ഇവർക്കിടയിൽ ഉടലെടുത്തിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ അവരുടെ ഏതെങ്കിലും സഹായം ഈ കൊലപാതകത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്നതും പോലീസിൻ്റെ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യമാണ്. അത്തരം കാര്യങ്ങൾ കൂടി വിശദമായി പരിശോധിക്കും. 2 ദിവസത്തെ കസ്റ്റഡിയാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കും. ഡാനി, ഇതിനു മുൻപ് ഈ അദീനയുടെ ഭാഗത്തുനിന്ന് ഈ അൻസിലിനെ കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മാത്രമല്ല, ഈ കൊലപാതകത്തിൽ ആരുടെയെങ്കിലും സഹായം യുവതിക്ക് ലഭിച്ചിരുന്നോ? അതോ നേരത്തെ ചില ഈ യുവതിയുടെ മൊഴിയിൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടായിരുന്നു, ഗ്രീഷ്മ കാമുകനായിട്ടുള്ള ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ ആ കേസ് അതൊരു പരിധിവരെ ഇവിടെ ഒരു പ്രചോദനമായിട്ടുണ്ടാകാമെന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണ സംഘവും സംശയിക്കുന്നുണ്ട്. അത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ? പോലീസിനോട് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ഇതൊരു ആത്മഹത്യയാണ് എന്ന രീതിയിലാണ്. പക്ഷേ പോലീസിൻ്റെ വിശദമായ ചോദ്യം ചെയ്യലിലും കാര്യങ്ങളിലുമാണ് ഈ വസ്തുതകൾ വിശദമായത്. പ്രത്യേകിച്ച് അയാളെ അൻസിലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി സുഹൃത്തിനോട് പറഞ്ഞ് തനിക്ക് വിഷം നൽകുകയായിരുന്നു എന്ന് പറഞ്ഞ ഈ മൊഴിയാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. തുടർന്നാണ് പോലീസ് അദീനയിലേക്ക് എത്തുന്നത്. തുടക്കം മുതൽ തന്നെ അദീനയുടെ ഒരു ഇടപാടുകളിൽ അല്ലെങ്കിൽ അവരുടെ ഒരു പോലീസിനോടുള്ള പെരുമാറ്റത്തിലും കാര്യങ്ങൾ പറയുന്നതിലും എല്ലാം തന്നെ സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ മൊഴി കൂടി വന്നതോടുകൂടിയാണ് ഇത് ഉറപ്പാക്കുന്നത്. ഇതിൽ നേരത്തെയും ഇയാളെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നതായി തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. കാരണം ഇയാളെ ഒഴിവാക്കണം, മറ്റൊരു ബന്ധത്തിലേക്ക് അതിന് നീങ്ങുന്നു എന്ന അടക്കമുള്ള കാര്യങ്ങൾ ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ അതിനൊരു മറയിടാനുള്ളൊരു കാരണമായിട്ട് സാമ്പത്തിക തർക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരികയായിരുന്നു, അത്തരം വിഷയങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് കരുതുകയും ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ഭാഗത്താണ് പോലീസിന് സംശയമുള്ളത്. ഇവർക്ക് മറ്റേ ആരുടെയെങ്കിലും പുതിയ സുഹൃത്തുക്കളുടെ ആരുടെയെങ്കിലും സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം പോലീസിനുള്ളത്. പൊതുവിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുമായിട്ടും ഇവർക്ക് ഈ അധീനയ്ക്ക് ബന്ധമുള്ളതായിട്ടും വിവരങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവരുടെ ആരെങ്കിലും സഹായം തേടിയിട്ടുണ്ടോ എന്നൊരു സംശയമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ CCTV ദൃശ്യങ്ങളടക്കം അവിടെ ഇല്ലാതാക്കപ്പെടുന്നു, DVRൽ നടക്കുന്ന ഈ ദൃശ്യങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നു. അങ്ങനെയെങ്കിൽ അതിൽ വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അവരത് ഒറ്റയ്ക്ക് ചെയ്യാനുള്ളൊരു സാധ്യതയും കുറവ് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെയാണ് ആരെങ്കിലും കൃത്യമായ രീതിയിലൊരു സഹായവും ഇടപെടലും എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ അന്വേഷണ സംഘം സംശയിക്കുന്നത്. അത് ഈ പുതിയ സുഹൃത്തുക്കളുടെ ആവാം എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. പ്രത്യേകിച്ച് ക്രിമിനൽ പശ്ചാത്തലമുള്ള പലരുമായി ഇവർക്കുള്ള സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയിൽ ഇയാൾ തടസ്സമാകുമോ എന്ന രീതിയിലേക്ക് ഇവർക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു എന്നതെല്ലാം തന്നെ പറയുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വിശദമായ രീതിയിൽ തന്നെ അന്വേഷണം വേണം. 2 ദിവസത്തെ കസ്റ്റഡിയിൽ കാര്യങ്ങൾ വ്യക്തമാകും. ഇവരുടെ മൊബൈൽ ഫോണിൻ്റെ വിശദാംശങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ആ സമയത്ത് ഇവർ ആരുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. അതിൻ്റെ കൂടി വിശദാംശങ്ങൾ കൂടി ചേർത്തുകൊണ്ടായിരിക്കും ഇനിയുള്ള ആ ചോദ്യം ചെയ്യലിലേക്കടക്കം നീങ്ങുക. ടോം. യെസ്, വ്യക്തമാണ്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും
വിവരങ്ങൾ നൽകിയത്. നടിമാരുടെ വെളിപ്പെടുത്തൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച മെമ്മറി കാർഡ് തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ അമ്മയിലെ ഒരു വിഭാഗം നടിമാർ. കുക്കു പരമേശ്വരന്റെ കൈവശമുള്ള കാർഡ് പുറത്തുപോയാൽ അത് സ്വകാര്യതയെ ബാധിക്കുമെന്നും ജീവന് തന്നെ ഭീഷണിയാകുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോടതിയെ സമീപിക്കുന്നത്. അതേസമയം വിവാദം തെരഞ്ഞെടുപ്പ് തന്ത്രമെന്ന മാലാ പാർവതിയുടെ വിമർശനം ഉഷാ ഹസീന തള്ളി. നടിമാരായ പൊന്നമ്മ ബാബു, പ്രിയങ്ക, ഉഷാ ഹസീന എന്നിവരാണ് കുക്കു പരമേശ്വരനെതിരെ പരസ്യമായി രംഗത്ത് വന്നത്. അതേസമയം മത്സരത്തിൽ നിന്നും പിന്മാറുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നടി കുക്കു പരമേശ്വരൻ. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ താരസംഘടനയായിട്ടുള്ള അമ്മയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസങ്ങളിലും പുതിയ പുതിയ ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. അതിലാണ് ഈ കുക്കു പരമേശ്വരനെതിരായിട്ടുള്ള ഗുരുതരമായ ആരോപണം. ഇത് ഈ നടിമാർ പറയുന്നതനുസരിച്ച് ഈ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ്റെ കയ്യിലുണ്ടെന്നും അത് താരങ്ങൾക്ക് തൻ്റെ കരിയറിലെ നേട്ടങ്ങൾക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, അമ്മ സംഘടനയിലേക്ക് ഉയർച്ചയ്ക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കുക്കു പരമേശ്വരൻ നടന്മാർക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് പ്രധാനപ്പെട്ടൊരു ആരോപണം. എന്നാൽ ഇത് ഈ വിവാദം ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമെന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട്, അതിനെ വിമർശിച്ചുകൊണ്ട് മാലാ പാർവതി അടക്കം കുക്കു പരമേശ്വരനെ അനുകൂലിച്ച് രംഗത്തെത്തുന്നുമുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ ചർച്ചയായിരുന്നു ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് നടന്നത്. വലിയ വാദപ്രതിവാദങ്ങൾ, പരസ്പരം കുറ്റപ്പെടുത്തുകയും ഇതാരാണ് കുറ്റക്കാര്, അല്ലെങ്കിൽ ഇതാരാണ് ഇതിനൊക്കെ കള്ളത്തരം കാണിക്കുന്നതെന്ന തരത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നതിനിടയിലായിരുന്നു നടി മാലാ പാർവതി ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അതിലവർ പറയുന്നത് നടൻ ബാബുരാജിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം നടിമാരാണ് ഇങ്ങനെ ഒരു മെമ്മറി കാർഡിന്റെ കാര്യം പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത്. അത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് കുക്കു പരമേശ്വരൻ സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ അല്ലെങ്കിൽ മത്സരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കാരണം 2018 നടന്ന യോഗം എന്ന് പറയുന്നു. ഇത്രയും വർഷമായിട്ട് ഈ മെമ്മറി കാർഡിനെ കുറിച്ചോ ഈ മെമ്മറി കാർഡ് കാണാതായതിനെ കുറിച്ചോ ഒന്നും യാതൊരു വലിയ ചർച്ച ഒരു വേദിയിലും നടന്നിട്ടില്ല. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്നു, അതിനിടയിൽ ജനറൽ ബോഡി ചേരുന്നു, കുടുംബയോഗം ചേരുന്നു. അന്നെന്നും ആശങ്കയില്ലാത്ത നടിമാർക്ക് പെട്ടെന്ന് എന്താണ് ഒരു ആശങ്കയും, പിന്നീട് കുക്കു പരമേശ്വരൻ അതുമായി ബന്ധപ്പെട്ട് ഭീഷണിപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നതും പ്രസ്താവനകൾ നടത്തുന്നതുമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന ഗുരുതരമായ ആരോപണമായിരുന്നു നടി മാലാ പാർവതി ഉന്നയിച്ചത്. ഒപ്പം ഈ ആദ്യം ഈ മെമ്മറി കാർഡിന്റെ വിഷയം പറയുന്നത് നടി ഉഷയായിരുന്നു. ഉഷയ്ക്ക് താൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. അതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം മാലാ പാർവതി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് ദിവ്യ എസ് അയ്യരെയോ മെറിൻ IPSനെയോ ഇക്കാര്യം വിളിച്ചറിയിക്കൂ. കാരണം ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്, ക്രിമിനൽ കുറ്റമാണ്. ഇങ്ങനെ സ്ത്രീകൾ അവരനുഭവിച്ച വേദനകൾ പറയുന്നുണ്ട്, പിന്നീട് അത് പകർത്തി പിന്നീട് നടന്മാർക്ക് കൈമാറുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ്. അതിന് കൃത്യമായിട്ടുള്ള നിയമ നടപടിയുമായി മുന്നോട്ട് പോകണമെന്ന് ഉഷയ്ക്ക് നമ്പർ അടക്കം അയച്ചു കൊടുത്തതിന്റെ ചാറ്റും മാലാ പാർവതി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഉഷ പോലും ഇതുമായി ഒരു നടപടിക്ക് മുന്നോട്ട് വരികയും ഇവരെ ആരെ വിളിച്ച് വിഷയങ്ങൾ സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെയാണ് മാലാ പാർവതി ഇതിലൊരു സംശയം, ഇവരെ എല്ലാം ഒരു സംശയ നിഴലിലാക്കുകയും ചെയ്തത്. പിന്നീട് എന്നാലും ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് പരസ്യ പ്രസ്താവനകളൊന്നും പാടില്ല എന്നതുകൊണ്ട് പിന്നീട് ഈ മാലാ പാർവതി ഈ പോസ്റ്റ് ഹൈഡ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. രാവിലെ ന്യൂസ് 18 മാലാ പാർവതി ഇക്കാര്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്തു. പക്ഷെ നടി ഉഷ മാലാ പാർവതിയെ തള്ളി വീണ്ടും രംഗത്തെത്തുകയും ചെയ്തു. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല, കുക്കു പരമേശ്വരൻ പലരെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ തങ്ങൾക്ക് ഇനിയും ഭീഷണി ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇക്കാര്യങ്ങൾ പുറത്തു പറഞ്ഞതെന്നാണ് നടി ഉഷ പറയുന്നത്. പ്രധാനപ്പെട്ട താരങ്ങൾ ആരും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തുവാനോ ഇതൊരു ചർച്ചയ്ക്ക് എടുക്കുവാനോ മെമ്മറി കാർഡ് എവിടെയെന്ന് കണ്ടെത്തുവാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നടി ഉഷയും പ്രിയങ്കയും പൊന്നമ്മ ബാബുവും കോടതി അടക്കം സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കുക്കു പരമേശ്വരൻ ഈ മെമ്മറി കാർഡ് തിരിച്ചു നൽകണം, അല്ലെങ്കിൽ കണ്ടെത്തി നൽകണം, ഇത്തരത്തിലുള്ള ഭീഷണിപ്പെടുത്തുന്ന നടപടി അവസാനിപ്പിക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോടതിയെ സമീപിക്കാനായി ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പത്രിക തള്ളിയതിനെതിരെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സാന്ദ്രയുടെ വാർത്തകളിലേക്ക്.
വരണാധികാരി എന്ന് പറയുന്നത് കഴിഞ്ഞ 25 വർഷമായിട്ട് ഒരേ ഒരു വ്യക്തിയാണ്. അതിൽ തന്നെ വളരെ വ്യക്തമാണ് ഇത് നിഷ്പക്ഷമല്ല, ഇതിനകത്ത് നിഷ്പക്ഷതയില്ല എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ്. 25 വർഷമായിട്ട് ഒരേ ഒരു വ്യക്തിയാണ് ഇതിന്റെ വരണാധികാരിയെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ, അവർക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരാളെയാണ് ഭരണാധികാരിയായി വെച്ചിരിക്കുന്നത്. ഈ ഭരണാധികാരി എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ നേരിട്ട് കാണുകയും അദ്ദേഹത്തെ എന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് 100% എന്റെ ഭാഗത്താണ് ശരിയെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞതാണ്. 100% എന്റെ ഭാഗത്താണ് ശരിയെങ്കിലും എനിക്ക് വേറെ നിവൃത്തിയില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പൊ എന്താണ്, അദ്ദേഹം ഒരു പ്രായമായ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ പോകുന്നതിനോട് എനിക്ക് മാനസികമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അതൊന്നും അവിടെ പറയാതിരുന്നത്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഗുണ്ടായുസവും കാടത്തവും ആണ്, അവരുടെ കയ്യൂക്കുമാണ് ഇന്നലെ അവരവിടെ കാണിക്കാനായിട്ട് ശ്രമിച്ചത്. നവമി ദിനേശ് വീണ്ടും. നവമി, ഇന്നലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ആസ്ഥാനത്ത് നാടകീയമായ സംഭവങ്ങളുണ്ടായതാണ്. പരസ്യമായ പ്രതിഷേധവുമായി സാന്ദ്ര തോമസ് രംഗത്തെത്തുന്നു. ഏറ്റവും ഒടുവിൽ നിയമ നടപടികളിലേക്ക് നീങ്ങുന്നു. എന്താണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉടലെടുക്കുന്ന സംഭവവികാസങ്ങൾ? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം സാന്ദ്ര തോമസ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അല്ലെങ്കിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് മുതലാണ് സാന്ദ്ര തോമസ് നിർമ്മാതാക്കൾക്ക് വലിയ ശത്രുവായി മാറിയത്. പിന്നീട് സാന്ദ്ര പല പരസ്യ പ്രസ്താവനകളുമൊക്കെ നടത്തിയതും ചില നിർമ്മാതാക്കൾക്കെതിരെ പരാതിയുമായി കോടതിയിൽ വരെ എത്തിയതുമൊക്കെ ഇവരെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്കോ ട്രഷറർ സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ഇതിലെ കമ്മിറ്റിയിൽ പോലും സാന്ദ്ര തോമസ് വരണ്ട എന്ന ചിലരുടെ നിർബന്ധം തന്നെയാണ് ഇന്നലെ കണ്ട നാടകീയമായിട്ടുള്ള ചില നീക്കങ്ങളും. സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളുന്നു, പിന്നീട് വാക്കുതർക്കം, ഭരണാധികാരിയുമായി സാന്ദ്ര തോമസിൽ ഉണ്ടായ വാക്കുതർക്കം, സുരേഷ് കുമാറുമായിട്ടുള്ള വാക്കുതർക്കം, ഇതെല്ലാം തന്നെ വളരെ നാടകീയമായിട്ടായിരുന്നു ഇന്നലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഓഫീസിൽ അരങ്ങേറിയത്. എന്തായാലും സാന്ദ്ര തോമസ് പിന്നോട്ടില്ല, നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സാന്ദ്ര ഉന്നയിക്കുന്നത്. ഒന്ന്, ഭരണാധികാരിയെ പോലും നിയമിച്ചത് അനധികൃതമായിട്ടാണ്. വർഷങ്ങളായി ഒരാൾ തന്നെ ഭരണാധികാരിയായി തുടരുന്നു. മുൻവിധിയോടെ തന്റെ പത്രിക തള്ളുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. രണ്ടാമത്, ബൈലോ പ്രകാരം ഒരു നിർമ്മാതാവിന്റെ പേരിൽ സെൻസസ് സർട്ടിഫിക്കറ്റ് 3 സിനിമകൾക്ക് സെൻസസ് സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്നാണ്. പക്ഷെ ഇവിടെ സാന്ദ്ര തോമസിന്റേത് പേരിൽ 2 സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തത് നേരത്തെ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന, അതായത് ഫ്രൈഡേ ഫിലിംസുമായി വിജയ് ബാബുമായി ചേർന്ന് നിർമ്മിച്ച സിനിമയുടെ സർട്ടിഫിക്കറ്റ് ആണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഭരണാധികാരി പറയുന്നത്. പക്ഷേ സാന്ദ്ര തോമസിന്റെ പേരിൽ തന്നെയാണ് ചെയ്ത പടങ്ങളുടെ എല്ലാം സർട്ടിഫിക്കറ്റ് ഉള്ളത്. അത് കമ്പനി മാറിയെങ്കിൽ പോലും സാന്ദ്ര തോമസിന്റെ സർട്ടിഫിക്കറ്റിൽ, ഈ സെൻസസ് സർട്ടിഫിക്കറ്റിൽ മാറ്റം വന്നിട്ടില്ല. അത് കാണിച്ചിട്ട് പോലും ഭരണാധികാരി ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇതെല്ലാം തന്നെ ചില നിർമ്മാതാക്കളുടെ ഗൂഢ ലക്ഷ്യമാണ്, കാടത്തമാണ്, ഗുണ്ടായുസമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നടക്കുന്നതെന്നാണ് സാന്ദ്ര തോമസ് ആവർത്തിച്ചു പറയുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതും അങ്ങനെ തന്നെയാണ്. ഒരിക്കലും ഒരു ഇത്തരത്തിൽ പത്രികയുടെ സൂക്ഷ്മ പരിശോധന വേദിയിൽ പോലും മാധ്യമങ്ങൾക്ക് പ്രവേശനം ഉള്ളതല്ല സാധാരണ. പക്ഷെ ഇന്നലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ മാധ്യമങ്ങളെ ഉള്ളിലേക്ക് കടത്തുന്നു. ഈ സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളുന്നതിന് മുൻപായിട്ടുള്ള പല നാടകീയ സംഭവങ്ങളും ഒക്കെ അവിടെ അരങ്ങേറുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ തന്നെ സാന്ദ്ര പറയുന്ന സാഹചര്യം ഉണ്ടായി. തന്നെ മനഃപൂർവ്വം തന്റെ പത്രിക തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള നാടകമാണ് ഇവിടെ നടക്കുന്നതെന്ന് ഇന്നലെ തന്നെ സാന്ദ്ര മാധ്യമങ്ങളോടക്കം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സാന്ദ്ര തീരുമാനിച്ചിരിക്കുന്നത്. ചിലരുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് തനിക്കെതിരായിട്ടുള്ള ഈ അനീതി നടക്കുന്നതെന്നാണ് സാന്ദ്ര തോമസ് ആവർത്തിച്ചു പറയുന്നത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകും. നമസ്കാരം.